ദേശീയതയുടെ ശബ്ദവുമായി ജന്മഭൂമി ദിനപത്രം 50-ാം വർഷത്തിലേക്ക്. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കായി അനന്തപുരി ഒരുങ്ങി. വിവിധ മേഖലകളിൽ ചേർത്തുകൊണ്ട് 5 ദിവസങ്ങളായിട്ടാണ് വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. ദേശീയതയുടെ മുഖവുമായി ജന്മഭൂമി ദിനപത്രം 50 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ വൈഭവ ഭാരതം വികസിത കേരളം വിഷൻ അനന്തപുരി എന്ന സന്ദേശമുയർത്തിയാണ് സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5:30 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ലഹരിക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും പ്രത്യേക സംവാദ പരിപാടികൾ. ഒരു വലിയ പബ്ലിക് പ്രോഗ്രാംസ് 2 വിഷയങ്ങളിൽ. ഒന്ന്, ലഹരിക്കെതിരെ ഈ നമ്മുടെ 5000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സമ്മേളനം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അത് 10-ാം തീയതിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 9-ാം തീയതി നമ്മളെ ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളെ തീവ്രവാദത്തിനെതിരെയുള്ള യുവശക്തിയുടെ ഒരു സംഗമം ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ അതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. വികസിത കേരളം സെമിനാറുകളും അനന്തപുരിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുടെ ചർച്ചകളും 5 ദിവസങ്ങളിലായി ഒരുങ്ങുന്നുണ്ട്. കാർഷികം, ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, കായികം, ആരോഗ്യം, ഗതാഗതം, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാരിക്കുന്നു. ജന്മഭൂമി എല്ലാ വർഷവും നൽകി വരുന്ന ലെജൻഡ് ഓഫ് കേരള പുരസ്കാരം പ്രശസ്ത ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കും. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.